ഗാനവല്ലഭ ഓ കുസുമവദന മോഹ സുന്ദര എൻ മദന ലളിത ഗാനവല്ലഭ സ്വീറ്റ് ഫേസ് ഉള്ളൊരു ഹാൻസം കൈകടാ സ്വീറ്റ് ഫേസ് ഉള്ളൊരു ഹാൻസം കൈകടാ ചൊബി ചിക്കൻ നോട്ടി കൈകടാ കൊലുസിനലസ നടനമേ മയിലിനുത്തൊരഴകിയേ നളനു പ്രണയദൂത് പോയ രാജഹംസമേ കുസുമവദന മോഹ സുന്ദര 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 പട്ടണം ഞെട്ടണ പാട്ടുപാടുന്നോരൻ കുട്ടുമണിക്കുട്ട നിന്റെ പെണ്ണായും കണ്ണായും എന്നും ഞാനില്ലേ മൈക്കെടുത്തമ്മാനമാണെന്ന നേരത്ത് മൈക്കിൾ ജാക്സണില്ലേ നിന്റെ പാട്ടായും കൂട്ടായും കൂടെ ഞാനല്ലേ എൻ പൈങ്കിളിക്കിതാ ഒരു കുഞ്ഞു സമ്മാനം പുള്ളിക്കുയിലേ നിന്റെ കുറുമ്പിൽ ഒരു കിളിപ്പൂമുത്ത് കുസുമവദന മോഹ സുന്ദര എൻ മദന ലളിത ഗാനവല്ലഭ സ്വീറ്റ് ഫേസ് ഉള്ളൊരു ഹാൻസം കൈകടാ കൈകടാ ഓ മൈ സ്വീറ്റ് ഹാർട്ട് കാലത്തെഴുന്നേറ്റ കിച്ചണിലെത്തുമ്പോ കോഫിയും കോൺഫ്ലേക്സും നിന്റെ ബ്രേക്ക്ഫാസ്റ്റായി ഞാനെന്നും കൊണ്ടുതരാലോ പൂശനില വെച്ച് തുമ്പപ്പൂച്ചോറിട്ട് സാമ്പാറും ചമ്മന്തിയും നിന്നെ മാമൂട്ടാം താരാട്ടാം തങ്കക്കുടമല്ലേ നിന്നെ പെൻസിലേറ്റി ഞാൻ എന്നും കൊണ്ടുപോയിടാം എന്റെ കരളെ നിന്റെ കവിളിൽ ഒരു കുങ്കുമപ്പൂമുത്ത് ബുംബും ബുംബും സ്വീറ്റ് ഫേസ് ഉള്ളൊരു ഹാൻസം കൈകടാ സ്വീറ്റ് ഫേസ് ഉള്ളൊരു ഹാൻസം കൈകടാ ചൊബി ചിക്കൻ നോട്ടി കൈകടാ ഓ കുസുമവദന മോഹ സുന്ദര എൻ മദന ലളിത ഗാനവല്ലഭ കൊലുസിനലസ നടനമേ മയിലിനുത്തൊരഴകിയേ നളനു പ്രണയദൂത് പോയ രാജഹംസമേ കുസുമവദന സ്വീറ്റ് ഫേസ് ഉള്ളൊരു കുസുമവദന സ്വീറ്റ് ക്യൂട്ടി മോഹ സുന്ദര ചൊബി ചിക്കൻ സുന്ദര ഗെറ്റ് ഔട്ട് കുസുമവദന മോഹ സുന്ദര താങ്ക് യു വൈഗ എന്തോ പൊളിച്ചു മോനെ, സൂപ്പർ ആയിരുന്നു. താങ്ക് യു. അതുപോലെ തന്നെ ഡെഡിക്കേഷൻ അമ്മൂമ്മയാണ്. ഓക്കെ. ആ അമ്മൂമ്മേ. ഇത് അമ്മയുടെ അമ്മ. ഞാൻ അമ്മനെന്നാണ് വിളിക്കുന്നത്. അമ്മനെ അമ്മനെ അമ്മൂമ്മേന്ന് വിളിക്കാൻ പണ്ട് പഠിപ്പിച്ചപ്പോ ഇങ്ങനെ അമ്മനെന്നായി. ഇപ്പൊ നാട്ടുകാരെല്ലാം അമ്മനെന്ന് വിളിക്കുന്നു. ഓഫ് വൈഗ ലക്ഷ്മി. എന്തുകൊണ്ടാ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തേ? അമ്മനക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ കൊച്ചിലെ മുതല് അമ്മനോടാണ് വളർന്നത്. അമ്മ ടീച്ചർ ആയതുകൊണ്ട് അമ്മ ജോയിൻ ചെയ്ത ടൈം ആയതുകൊണ്ട് ദൂരെയൊക്കെ ആയിരുന്നു വർക്കുള്ളായിരുന്നു. അപ്പം അമ്മനെയാണ് എന്നെ വളർത്തിയത്. പിന്നെ ഞങ്ങള് അടിയുണ്ടാക്കുമെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അമ്മനെയാണ്. എല്ലാരെക്കാളും എനിക്ക് ഭയങ്കര ഇഷ്ടം അമ്മനെയാണ്. അതുകൊണ്ടാണ് അമ്മനെ ചൂസ് ചെയ്തത്. പിന്നെ ഈ പാട്ട് ചൂസ് ചെയ്തത് അമ്മനെ ഭയങ്കര ഉർവശി ആന്റിയുടെ ഭയങ്കര ഫാനാണ്. അപ്പൊ ആ കാക്കത്തൊള്ളായിരം ആ സിനിമ ആ ഒരു കാലഘട്ടം മുതൽ ഇപ്പൊ ഉള്ളൊഴുക്ക് വരെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഉർവശി ആന്റിയുടെ. അപ്പൊ അതുകൊണ്ടാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ്. ഇവളിങ്ങനെ തന്നെയാണോ അമ്മേ? പലരുടെയും വിഗ്രഹം ഉടയുന്ന സ്റ്റേജാണ് ഇത്. എനിക്ക് നേരത്തെ വന്നപ്പോഴേ പലതും ചോദിക്കും, എന്നെ പറ്റി നല്ലതേ പറയാം. അമ്മന പറഞ്ഞോട്ടോ അമ്മന
അതെ അമ്മയുടെ വൈകി ഇവിടെ മോളെ ഭയങ്കര വൈബ്രന്റ് ആയിട്ട് ഭയങ്കര ഇങ്ങനെ കുറച്ച് കുരുത്തക്കേടൊക്കെ കാണിച്ച് നടക്കുന്ന ആള് തന്നെയാണ് ഇവൾ അങ്ങനത്തെ അവൾ അവിടെയും തല്ലിപ്പുളി തന്നെയാ. ഓക്കേ. നല്ല അഭിപ്രായം അതെ മോളെ, നല്ല- എനിക്ക് ആ വാക്ക് ചൂസ് ചെയ്തതാണ് എനിക്ക് ഇഷ്ടമായത്. തല്ലിപ്പൊളി. തല്ലിപ്പൊളിയാണ്. തല്ലിപ്പൊളിയല്ലേ അമ്മനെ പറഞ്ഞാട്ടെ ഫ്ലോ പാർവതി സോറി അമ്മനെ പറഞ്ഞാട്ടെ. അനിയനോടൊക്കെ എപ്പോഴും അടി ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. ആണല്ലേ? ശരി. അതെ. ഈ കുഞ്ഞിലുള്ള ആ സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ല അല്ലേ? ഇല്ല ഒരിക്കലും മാറിയിട്ടില്ല. ഇവിടെ വൈകി ഇവിടെ പെർഫോം ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് പെർഫോമൻസാ? എനിക്ക് എല്ലാ പാട്ടും അവളുടെ പാട്ടൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഗോൾഡൻ മൈക്ക് കിട്ടിയപ്പോ കുറച്ചുകൂടെ സന്തോഷമായി. ജനുവരി ഭയങ്കര ഇഷ്ടമാണ്. നന്നായി പണയം വെക്കാന്ന് വിചാരിച്ചു. എടുത്തോണ്ട് വാ ഗോൾഡ്. ഓക്കെ, അപ്പൊ തല്ലിപ്പൊളി ചോദിക്കട്ടെ. ശരത് സർ. മക്കളെ എന്തോ മനോഹരമായിട്ട് പാടി, താങ്ക് യു സർ. ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് അത്ര എളുപ്പമല്ല ഇത് പാടി. അത് ഇങ്ങനെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് പാടാ ഇങ്ങോട്ട് പോ അങ്ങനെ. കൊള്ളാം, നല്ലതാ, നല്ല സ്വഭാവമാവും. അതിങ്ങനെ ടോൺ സ്വിച്ച്. ആ മക്കളെ നന്നായിട്ട് പാടി കേട്ടോ. ഇതിൽ ആ ഒരു എന്താ പോലീസിന് അലസ നടനമേ അത് മാത്രമാണ് നമ്മൾ ഇത് കണ്ടുപിടിച്ച് നോട്ട് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. ഒരു സ്ഥലം മാത്രമാണ് മോക്ക് അത് കൈവിട്ടു പോയത്. ലാസ്റ്റ് അല്ല, തുടക്കത്തിൽ. ഞാൻ അമ്മനെ അല്ല, ഞാൻ ചിമ്മിനിയാ. മക്കളെ അത് കുഴപ്പമില്ല, അത് മനുഷ്യനല്ലടാ, അതൊന്നും കുഴപ്പമില്ല, അതൊന്നും നമ്മൾ വലിയ സംഭവമായിട്ട് എടുക്കുന്നില്ല. ആ കിങ്ങിണി പൂമ്പതി ഈ 2 അനുപല്ലവയുടെ ചരണത്തിന്റെ എൻഡ് അത് മോക്ക റേഞ്ച് ഇല്ലെന്ന് തോന്നുന്നു, അല്ല താഴെ. അത് പിച്ച് കൂട്ടാതിന്ന സ്വീറ്റി ഫേസ്. ആ സ്വീറ്റി ഫേസ് വെരി അഗ്ലി ഫേസ് ആവും. അത് മനസ്സിലായി. എന്നാലും നമുക്ക് ഒരു ട്രൈ ചെയ്താൽ ചുമ്മാ നോക്കാല്ലേ. എൻ പൈങ്കിളിക്കിതാ ഒരു കുഞ്ഞു സമ്മാനം, പുള്ളിക്കുയിലേ നിന്റെ കുറുമ്പിൽ ഒരു കിങ്ങിണി പൂമുത്തം. അതിപ്പം കിട്ടിയില്ലെങ്കിലും അങ്ങ് പാടിക്കഴിഞ്ഞ ആ ഇമ്പാക്റ്റിൽ അങ്ങ് പൊക്കോളും. അതെ, കേറി പൊക്കോളും. കേൾക്കുന്നവർ അത് കേട്ടതേ ഇല്ല മോളെ. കിങ്ങിണി പൂമുത്തം ഇതൊന്നും കേട്ടില്ല. ഒന്നും കേട്ടില്ല. ആ തമ്മ എവിടെങ്കിലും ഒരു തമ്മ പറഞ്ഞാൽ മതി, ചുമ്മാ അങ്ങ് പറഞ്ഞാൽ മതി, മനസ്സിലായ? തമ്മന്ന് കേട്ടാ മതി. അതപ്പോ ആ നോട്ടാണ് നമ്മളങ്ങ് വിശ്വസിക്കും. ഇതൊന്നും ഒരു ജഡ്ജസും പറഞ്ഞു പറഞ്ഞിരുന്നില്ല. നമ്മളെ പറ്റിക്കുന്നത് ഞങ്ങൾ തന്നെ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ പറ്റിക്കപ്പെടാൻ മക്കളെ. അപ്പൊ അല്ല, തം കേൾക്കണം മോളെ, ഇല്ലെങ്കിൽ നമുക്ക് ആ നോട്ട് നിനക്ക് അത് കിട്ടുന്നില്ല എന്നുള്ളത് മനസ്സിലായി. തമ്മ അങ്ങ് പറഞ്ഞാൽ മതി. ഇപ്പം ചില സമയങ്ങളിൽ നമുക്ക് ഇതുപോലും കിട്ടത്തില്ല, ഇങ്ങനെ പോലും കിട്ടത്തില്ല. അപ്പം അത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ മോള് പല്ലവി പാടുമ്പോഴും അത് ആ ലോയിലാണ് പാടേണ്ടത്. അത് പക്ഷേ നീ അഡ്ജസ്റ്റ് ചെയ്തു, അത് അങ്ങോട്ട് ആവുന്ന വിധത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പാടിയത് എനിക്കത് വളരെ ബ്രില്യൻ്റ് ആയിട്ട് തോന്നി മോളെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കാര്യം അത് താഴെ കൊണ്ട് എത്തിക്കേണ്ടതിന് പകരം എന്നാൽ നമുക്കൊക്കെ എത്തിച്ച ഒരു ഫീലിംഗ് കിട്ടും. അത് മതി. ബ്യൂട്ടിഫുൾ ആയിട്ട് മോള് സ്വിച്ച് ചെയ്തു, അതിമനോഹരം. എനിക്കൊന്നും പറയാനില്ല. ഐ ആം ഇംപ്രസ്ഡ്. It is not easy to impress this person. കൺഗ്രാറ്റുലേഷൻ. പിന്നെ എനിക്ക് ഏറ്റവും ഈ പാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ജഡ്ജിങ് പാനലിലുള്ള ഒരു ചബീച്ചി അങ്ങ് അറ്റത്തിരിപ്പുണ്ട്. ഹരി, such a naughty person. സ്വീറ്റ് ഹാർട്ട്. സ്വീറ്റ് ഹാർട്ട്. ഓക്കെ. ഇത് സ്വീറ്റ് ആട്ടാ അടുത്തിരിക്കുന്നത്. സ്വീറ്റും ചുമ്മായിട്ട് ആട്ടിക്കൊണ്ടിരിക്കുക. എല്ലാവരും പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇവിടുന്ന് പറയായിരുന്നു അദ്ദേഹമാണ് ചബ്ബി ഫേസ്. അങ്ങോട്ട് മത്സരമായിരുന്നു. ഇതിങ്ങനെ അവിടുന്ന് നോക്കുമ്പോ ആരാണ് ചബ്ബി ഫേസ് നോട്ടി ഗായ്? ഹരിചേട്ടൻ. പറഞ്ഞു പറയിപ്പിച്ചാലും കുഴപ്പമില്ലാന്നല്ലേ. ഈ ചബ്ബിനെസ് പോകുന്നില്ല. ജിമ്മി പോയാലും ഇത് മാത്രം പോകില്ല, ഇതിങ്ങനെ ഇരിക്കും. ഷാനിക്ക. വൈക എന്തോ കാലയ്ക്ക് മോളെ. താങ്ക് യു ഷാനിക്ക. ഇതിങ്ങനെ നമ്മളിവിടെ വെറുതെ ഇങ്ങനെ സ്വിച്ചിങ് എന്ന് പറയുമെങ്കിലും അത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് 2 എക്സ്ട്രീം ടോൺസ് ആണ് വൈക ഹാൻഡിൽ ചെയ്യണത്. അതുപോലെ 3 പാട്ടുകാരുടെ സംഭവങ്ങൾ ഒറ്റയ്ക്കിരുന്നാണ് വൈക അലക്കിയത്. ബ്രില്യന്റ്. സംഭവം ഇങ്ങനെ ഒരു ഫൺ സോങ് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് കുറെ സംഭവങ്ങൾ ഇരിപ്പുണ്ട്. അതൊക്കെ മോള് കലക്കി ചെയ്തു. അത്രേ ഉള്ളൂ മോളെ. That's it. All the best. Good job. ചബ്ബി കൈ പറയും. Chubby boy. വൈക എന്തോ സൂപ്പർ പെർഫോമൻസ്. താങ്ക് യു ചേട്ടാ. എളുപ്പം അങ്ങനെ ആർക്കും പാടി വെക്കാൻ പറ്റുന്നൊരു പാട്ടല്ല. ഇതിൻ്റെ മേളിലും ഈ പറഞ്ഞ പോലെ ടോൺ ഷിഫ്റ്റ് ചെയ്ത് 3 സിംഗേഴ്സ് പാടിയത് നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് പാടുമ്പോൾ ഉള്ളൊരു ടഫ് പരിപാടി ഉണ്ടല്ലോ, അത് വൈക നല്ല ഈസിലി ഗ്രേസ്ഫുള്ളി എക്സിക്യൂട്ട് ചെയ്തു. താങ്ക് യു ചേട്ടാ. കേട്ടോ, എനിക്കത് ഭയങ്കര നല്ല ഫണ്ണായിരുന്നു കാണാനും. പിന്നെ ഇൻ ബിറ്റ്വീൻ ഉള്ള ഡാൻസ് മൂവ്സ് രസമായിട്ട് പാടി. വെരി നൈസ് വൈക, സൂപ്പർ. താങ്ക് യു ചേട്ടാ. ഓക്കെ,
മാർക്ക് ചോദിക്കാം. ചോദിക്കാം. ശരത് സാർ. നിനക്ക് ഞാൻ മാർക്ക് കുറച്ചൊക്കെ ആയിട്ടേക്കുന്നത് കേട്ടോ, അത് എന്നോട് ക്ഷമിക്കണം. 9.5. താങ്ക് യു സാർ. അടിപൊളി. ഷാനിക്ക, ഹരിച്ചേട്ടാ. ഓക്കെ, സൂപ്പർ സൂപ്പർ മുത്തേ, പൊളി.